ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രതീകാത്മകം എന്നൊക്കെ പറഞ്ഞാൽ പലർക്കും മനസ്സിലാവണമെന്നില്ല. മറ്റൊന്നിനെ സൂചിപ്പിക്കാനാണ് ഈ പ്രതീകാത്മകം എന്ന പദം ഉപയോഗിക്കുന്നത്. വസ്തുവോ സംഭവമോ കഥയോ അങ്ങനെ ഏത് കാര്യവും പ്രതീകാത്മകമായി പ്രകടിപ്പിക്കാം. സാഹിത്യത്തിൽ, സിനിമയിൽ, ചിത്രരചനയിൽ, പ്രസംഗത്തിലൊക്കെ പ്രതീകാത്മകം കാണാറുണ്ടെങ്കിലും യുദ്ധങ്ങളിൽ അത് പൊതുവെ ഉപയോഗിക്കാറില്ല. നമുക്ക് പ്രതീകാത്മകമായി യുദ്ധം ചെയ്യാമെന്ന് രാജ്യങ്ങൾ ഒരിക്കലും തീരുമാനിക്കാറുമില്ല. എന്നാൽ അതൊക്കെ പഴയ കാലമാണ്. അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചത് പ്രതീകാത്മകമായാണ്. ആണവ നിരായുധീകരണ കരാറിൽ മര്യാദയ്ക്ക് ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇറാനെ ആക്രമിക്കും എന്ന് കുറെ നാളായി പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, എന്നിട്ടെന്താ അവർ ഒപ്പിടാഞ്ഞിട്ടും അവരെ ഒന്നും ചെയ്യാത്തത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഞാൻ അവരുടെ ആണവ കേന്ദ്രം ആക്രമിച്ച് തകർത്തല്ലോ അതുപോരെ എന്ന് ട്രംപിന് പറയാനുള്ള ഒരു സർക്കാസം മാത്രമാണ് ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം. എന്നിട്ട് ഈ ആണവ കേന്ദ്രത്തിന് തകരാറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, തകരാറ് സംഭവിക്കാത്തത് എൻ്റെ കുഴപ്പമല്ല, ഞങ്ങൾ ആക്രമിക്കുമ്പോൾ തകരുന്ന വിധം ഈ ആണവ കേന്ദ്രം പണിയാതിരുന്ന ഇറാനാണ് കുറ്റക്കാർ എന്ന് ട്രംപിന് പറയാൻ കഴിയും. അപ്പോൾ നേരത്തെയുള്ള തള്ളിൻ്റെ നാണക്കേട് മറയ്ക്കാൻ പ്രതീകാത്മകമായി ഇറാനെ ആക്രമിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും. ട്രംപിനെ സംബന്ധിച്ച് ഇറാനെ അടിക്കുകയും ചെയ്തു, എന്നാൽ അവർക്ക് അക്കാര്യത്തിൽ യാതൊരു പിണക്കവുമില്ല എന്നൊരു തരം വിളയാടൽ. നെതന്യാഹുവിനെ ആശ്വസിപ്പിക്കാനുള്ള ഒരു പോംവഴിയും ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇറാന്റെ ആണവ കേന്ദ്രത്തെ അമേരിക്ക ആക്രമിച്ചത്. എന്നാൽ ഈ സർക്കാസം ഇറാന് അത്ര സ്വീകാര്യമായില്ല എന്ന് വേണം കരുതാൻ. അവർ ഖത്തറിലെയും ഇറാഖിലെയും US താവളങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് ഇതിന് പകരം ചോദിച്ചത്. ആളോ ആയുധമോ ഇല്ലാത്ത താവളങ്ങളെയാണ് ഇറാൻ ആക്രമിച്ചതെങ്കിലും ഇറാന്റെ ആക്രമണ സ്വഭാവം തിരിച്ചറിഞ്ഞ ട്രംപ് തിരിച്ചടിക്കാൻ തയ്യാറാവാതെ അടുത്ത മണിക്കൂറിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു വെടിനിർത്തൽ നടപ്പിൽ വരും എന്ന് വിളിച്ചു പറയുന്നതാണ് പിന്നീട് ലോകം കാണുന്നത്. ഇതൊരു തരം അടിച്ചിട്ട് ഓടി ഒളിച്ച് വെള്ളക്കൊടി കാണിക്കുന്ന പരിപാടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം എത്രത്തോളം ഇവർ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തൊട്ടടുത്ത മണിക്കൂറിൽ ഇറാൻ ഇസ്രയേലിനെ അതിമാരകമായി ആക്രമിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാൾ ഇസ്രയേലിന്റെ സംരക്ഷണത്തിനാണ് വെടിനിർത്തൽ എന്നൊരടവുമായി വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഇറാന്റെ ആക്രമണങ്ങളെ തടയാനുള്ള ഇന്റർസെപ്റ്ററുകൾ തീർന്നതാണ് വെടിനിർത്തലിന് പിന്നിലുള്ള കാര്യം എന്ന് ഉറച്ച് വിശ്വസിക്കാവുന്നതാണ്. ആയുധങ്ങൾ ഇസ്രായേലി നിലവറകളിൽ റീഫിൽ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും കരാർ ലംഘനം നടത്തി അവർ ഇറാനെ ആക്രമിക്കുക തന്നെ ചെയ്യും. അതറിയാവുന്നത് കൊണ്ട് ഇറാൻ ആവശ്യപ്പെടുന്നത് ഇസ്രായേൽ വെടിനിർത്തിയതിനു ശേഷം ഞങ്ങൾ ആലോചിക്കാമെന്നാണ്. അല്ലെങ്കിലും അതാണ് അതിൻ്റെ ഒരു ശരി. ട്രംപ് ഒരിക്കലും ഈ യുദ്ധത്തിൽ ഒരു മധ്യസ്ഥനല്ലല്ലോ. അയാൾ ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ആളാണ്. അതുകൊണ്ട് അയാൾ ഇറാനോടല്ല, പകരം ഇസ്രായേലിനോടാണ് വെടിനിർത്താൻ ആവശ്യപ്പെടേണ്ടത്. ട്രംപിനെ മധ്യസ്ഥരായി നെതന്യാഹുവും കരുതുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഇറാനെ അവർ തിരിച്ചാക്രമിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെയുള്ള ആക്രമണങ്ങളിലൂടെ ഇസ്രായേലിന് കാര്യമായ നാശങ്ങൾ വരുത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഏതാണ്ട് 30% ഇതിനകം ഇറാൻ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിന്റെ നഷ്ടങ്ങൾക്ക് തുല്യമായി ഇറാന്റെ നാശങ്ങൾ കാണിക്കാൻ കഴിയാത്തതാണ് ഇസ്രായേലി പക്ഷ മീഡിയകളെ ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്നത് എന്ന് പറയേണ്ടതുണ്ട്. ഇറാനിൽ അടിയന്തരാവസ്ഥയില്ല, മാധ്യമ വിലക്കുകളില്ല, ജനങ്ങൾക്ക് സ്വതന്ത്രമായി ഇറങ്ങി നടക്കാനും വീഡിയോകൾ എടുക്കാനും കഴിയും. മൊസാദിന്റെ ഇടപെടൽ കാരണം ഇന്റർനെറ്റ് അവർ ഭാഗികമായി കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നിട്ടും ഇറാനിൽ നിന്നുള്ള വാർത്തകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ വീഡിയോകളും ചിത്രങ്ങളും എല്ലാം പുറം ലോകം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അതിലൊന്നും ഇസ്രായേലിന് തുല്യമായ തരത്തിൽ നാശനഷ്ടങ്ങളെ സൂചിപ്പിക്കുന്നുമില്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ അടിയന്തരാവസ്ഥയും മാധ്യമ വിലക്കും ജനങ്ങൾ മുഴുവൻ ബോംബ് ഷെൽട്ടറുകളിലും ഒളിച്ചിരിക്കുകയുമാണ്. എന്നിട്ടും ഇറാനിയൻ മിസൈലുകൾ തകർത്ത വമ്പൻ നഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ കുറച്ച് മാത്രം പുറം ലോകത്തെത്തുമ്പോൾ അതിനും എത്രയോ അധികം നഷ്ടങ്ങളാണ് അവർക്കുണ്ടായതെന്നും എത്ര മറച്ചു പിടിച്ചാലും ഒറ്റ നോട്ടത്തിൽ മറയ്ക്കാൻ കഴിയാത്തത്ര ഒരുപാട് നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനിയൻ ജനതയും അവരുടെ ചരിത്രത്തെയും അറിയാവുന്നവർക്ക് ഇറാൻ കീഴടങ്ങുന്ന ഒരു രാഷ്ട്രമല്ലെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനെയി പറയുമ്പോൾ ട്രംപിനോ നെതന്യാഹുവിനോ ഇറാനെ ഭയപ്പെടുത്താനോ അതല്ലെങ്കിൽ കീഴടക്കാനോ കഴിയില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഈ ഖാംനെയി പറയുന്നത് ശരി തന്നെയാണ്. ഇറാന്റെ യുദ്ധപാരമ്പര്യം പരിശോധിച്ചാൽ അക്കാര്യം നമുക്ക് മനസ്സിലാവും. BC 2600 മുതൽ ഇറാൻ നൂറുകണക്കിന് യുദ്ധങ്ങൾ നടത്തി പരിചയമുള്ള ഒരു രാജ്യമാണ്. ഉദാഹരണത്തിന് അവർ ഓട്ടോമൻ സാമ്രാജ്യത്തെ ഭരണാധികാരികളുമായി ഏകദേശം 20ഓളം യുദ്ധങ്ങളാണ് നടത്തിയിട്ടുള്ളത്.
കൂടാതെ റഷ്യക്കാരുമായി ഏതാണ്ട് 10ഓളം യുദ്ധങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടന്റെ ആധിപത്യത്തിൽ നിന്നും 1776 സ്വാതന്ത്ര്യം നേടിയ അമേരിക്ക വിദേശത്തെ ഏതാണ്ട് 12 യുദ്ധങ്ങൾ മാത്രം നടത്തിയുള്ള പരിചയമേ അവർക്കുള്ളൂ. അതിൽ തന്നെ കടൽ കൊള്ളക്കാരെയോ ഗറില്ലകളെയോ നേരിടാൻ ഇന്നും അമേരിക്കയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് അവർക്ക് യമനിൽ നിന്നും തിരിച്ചോടേണ്ടി വന്നത്. ഹൂത്തികൾ ശരിക്കും ഗറില്ല മോഡൽ യുദ്ധം തന്നെയാണ് അമേരിക്കയുമായി ചെയ്തത്. അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഹൂത്തികൾ വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അവരിൽ നിന്നും പിന്തിരിഞ്ഞോടേണ്ടി വന്നു. മനുഷ്യരാശിയുടെ ചരിത്രത്തെ രൂപപ്പെടുത്തിയ എല്ലാ സാമ്രാജ്യ ശക്തികളുമായും നിരവധി തവണ യുദ്ധം ചെയ്ത് പരിചയമുള്ള ഇറാനോട് അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ ഒരു അനായാസ വിജയം നേടി പോകാം എന്ന് ധരിക്കുന്നത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. ട്രംപ് ഒപ്പിടാൻ പറയുന്നിടത്ത് ഒപ്പിട്ടാൽ പിന്നെ ഇറാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അവർ യുദ്ധം തുടർന്നു പോകുന്നത്. തന്നെയുമല്ല, ഇറാന് അവരുടെ കണക്കുകൾ മുഴുവൻ തീർക്കാനുണ്ട്. ഇസ്രായേലിനെ തകർക്കാതെ ഞങ്ങൾ അടങ്ങില്ല എന്ന അവർ ആദ്യം പറഞ്ഞ അതേ വാക്കിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഇറാന്റെ ഉയർന്ന സൈനിക തലവന്മാരെ ഇസ്രായേൽ കൊന്നതിന് പകരമായി അവർ മൊസാദിന്റെ തലവനായ ഡേവിഡ് ബാർനെയും കൊന്നത് ഇസ്രായേൽ ഇതുവരെ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ടൈംസ് ഓഫ് ഇസ്രായേൽ എഴുതിയ ഇയാൾ ഇതുവരെ മൊസാദിന് ചെയ്ത സേവനങ്ങളുടെ ഒരു കുറിപ്പാണ് കുഴപ്പമായത്. ഇസ്രായേലിലെ ഹോസ്പിറ്റൽ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്ന സൂചനയാണ് കുറിപ്പ് നൽകിയത്. തന്നെയുമല്ല, ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ സൈനിക നേതൃസ്ഥാനത്തുള്ള പലർക്കും പരിക്കോ മരണമോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ഇസ്രായേൽ രഹസ്യമായി പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. അതവർക്കൊരു നാണക്കേടാണ്. അതുകൊണ്ടാണ് അവർ പറയാത്തത്. പകരം അവർ ചെയ്യുന്നത് ഇറാനിൽ ഒരു ആക്രമണം നടത്തിയിട്ട് അവിടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ആൾ മരിച്ചു എന്നൊക്കെ ആയിരിക്കും. എന്നാൽ ഇസ്രായേലിൽ അവരുടെ ഉന്നതർ കൊല്ലപ്പെടുന്നത് അവർ പുറം ലോകത്തെ അറിയിക്കാറുമില്ല. ഇങ്ങനെ നഷ്ടങ്ങളുടെ ഒരു വലിയ പട്ടിക നീണ്ട ഈ അവസരത്തിലാണ് വെടിനിർത്തൽ എന്നൊരു പുതിയ അടവ് ട്രംപ് പുറത്തെടുക്കുന്നത്. അതിനയാളെ പ്രേരിപ്പിക്കുന്നത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ മുസ്ലിങ്ങൾ തമ്മിൽ ഷിയ സുന്നി വൈരം മറന്ന് അവർ ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് കണ്ടുകൊണ്ടാണ്. ഇറാനെ ഇപ്പോൾ തന്നെ അറബ് രാജ്യങ്ങൾ ഒരു നേതാവായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവർക്കതല്ലാതെ വേറെ തരമില്ല. ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഇറാനെന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അവർ ഇറാനുമായി കൂടുതൽ സൗഹൃദം സ്ഥാപിക്കാനാവും ശ്രമിക്കുക. അതിലും രസകരമായത്, ഷിയ എന്ന് പറഞ്ഞ് ഇറാനെ മാറ്റി നിർത്തിയിരുന്ന ലോകത്തുള്ള മറ്റ് സുന്നികളായ മുസ്ലിങ്ങൾ മുഴുവൻ ഇപ്പോൾ ഖാംനെയെ ഒരു ഹീറോയായി കാണുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു അധികാര കൂട്ടായ്മ രൂപപ്പെടുകയാണ്. അതൊരിക്കലും ഇസ്രായേലിന് ഒരു നല്ലതായിരിക്കില്ല. ഇതിനിടയിൽ വെടിനിർത്തൽ ആരംഭിച്ചിരിക്കുന്നു, ആരംഭിച്ചിട്ടില്ല എന്ന് വാർത്തകൾ മാറി മറിയുകയാണ്. എന്നാൽ ഞാൻ ഈ വാർത്തകൾ ചെയ്യുന്നത് വരെ ഇറാന്റെ ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ അങ്ങനെ അമേരിക്ക പറഞ്ഞാൽ ഉടൻ പിന്മാറും എന്ന വിശ്വാസം എനിക്കില്ല. കാരണം യുദ്ധം തുടങ്ങി വെച്ചത് ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഇസ്രായേൽ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇസ്രായേലിൻ്റെ പരാജയമായി ലോകം കണക്കാക്കും. എന്നാൽ ഇറാൻ ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണ്. അവർ കഴിയുന്നിടത്തോളം നഷ്ടം ഇസ്രായേലിന് വരുത്താനാണ് ഈ അവസരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് മേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അഥവാ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ പോലും മാക്സിമം നഷ്ടം അവർക്ക് വരുത്തുക. ഇനി ഒരിക്കലും ഇറാന് ഒരു ഭീഷണിയാവുന്ന തരത്തിൽ ഇസ്രായേൽ വളരില്ല എന്ന് അവർക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ തന്നെ യുദ്ധത്തിന് ശേഷം ഒരിക്കലും ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ തലപൊക്കുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. അതോടൊപ്പം ട്രംപിനെ ഇപ്പോൾ ഈ വെടിനിർത്തൽ എന്നൊരു ആശയത്തിനെ പ്രേരിപ്പിക്കുന്നത് പുടിനാണ് എന്നൊരു സംശയവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഈ ട്രംപും പുടിനും തമ്മിൽ സ്ഥിരമായി ഫോൺ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എത്രയും വേഗം നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതല്ലാതെ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞത് ഞങ്ങൾക്ക് 6 മാസം തുടർച്ചയായി യുദ്ധം ചെയ്യാനുള്ള യാതൊരു പ്രശ്നവുമില്ലെന്നാണ്. അവർ ആ തയ്യാറെടുപ്പിലാണ് ഇരിക്കുന്നത്. ഇനി അഥവാ അവരുടെ ആയുധങ്ങൾ തീർന്നാൽ പോലും ചൈനയിൽ നിന്നുമൊക്കെ അവർക്ക് വീണ്ടും ആയുധങ്ങൾ എത്തും. ഇനി വേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് വരെ സപ്ലൈ ചെയ്യാമെന്ന് പരസ്യമായി കൊറിയ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ വളരെ അപകടം പിടിച്ച കാര്യമാണ്. അഥവാ ഇനി ഇസ്രായേൽ കൊണ്ടുപോയി ഇറാനിൽ ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ പോലും തിരിച്ച് കൊറിയയിൽ നിന്നുള്ള ബോംബ് അവർ അവിടെ ഇടുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഒരുപക്ഷെ കൊറിയ ഇങ്ങനെ പറഞ്ഞത് തന്നെ ഇറാന്റെ നിലവറകളിൽ അവർ ബോംബുകൾ ഒളിപ്പിച്ചതിന് ശേഷമായിരിക്കും. അതല്ലാതെ ഞങ്ങൾ തരാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോയി വരാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അതിനിപ്പുറം കാണാൻ ഉമ്മാർ കൊണ്ട് ഇവിടെ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ കുളമാവും. അതുകൊണ്ട് ഒരുപക്ഷെ ഇവർക്ക് ആ സാധനം ഏൽപ്പിച്ച് കാണും. അഥവാ ഇനി ഇസ്രായേൽ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് ഇവർക്ക് അവിടെ ഇടാൻ കഴിയും. അങ്ങനെ വളരെയധികം പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ട്രംപ് ഇപ്പോൾ ഒരു വെടിനിർത്തൽ ആശയമായി മുന്നോട്ട് വരുന്നത്.
അത് എത്രത്തോളം ഫലവത്താവും, അതല്ലെങ്കിൽ വെടിനിർത്തൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അടുത്ത മണിക്കൂറിൽ അറിയാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.